മുഹറം മാസമാണല്ലോ ഇപ്പൊ. മുഹറം നോമ്പാണ് വരാൻ പോകുന്നത്. പിന്നെ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയല്ലേ 9ഉം 10ഉം. വളരെ ശ്രേഷ്ഠമായ 2 നോമ്പുകളാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെത്തി 10ന്റെ നോമ്പ് ആദ്യം വലിയ കാർക്കശ്യത്തോടെ നോറ്റിരുന്നു. റമളാൻ നോമ്പ് നിർബന്ധമാണ് മുമ്പ്. മദീനയിലെത്തി ലാസ്റ്റ് സമയത്ത് ഹജ്ജ് കഴിഞ്ഞ് വന്ന് ദുൽഹിജ്ജ കഴിഞ്ഞ അടുത്ത് മുഹറല്ലേ, മുഹറം നോമ്പ് നോറ്റപ്പോ കുറച്ച് സ്വഹാബത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ നമ്മള് മാത്രല്ലല്ലോ ജൂതന്മാർ നോൽക്കണ്ടല്ലോ ഈ നോമ്പ് എന്ന് പറഞ്ഞു. 10ന് നോമ്പ് നോറ്റപ്പോ അക്കൊല്ല 10 നോറ്റപ്പോ പറഞ്ഞു മറ്റൊരു നോൽക്കുന്നുണ്ട്. ഓല് നോൽക്കുന്നുണ്ടോ? എന്നാ ഇൻഷാ അല്ലാ ഓലോട് എതിരാകണം. അടുത്ത കൊല്ലം ഞാൻ ഹയാത്തിലുണ്ടെങ്കിൽ ഞാൻ 9ഉം കൂടി നോൽക്കും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താല്പര്യം വെച്ച് നമ്മളെ ഏൽപ്പിച്ചൊരു സുന്നത്താണ്. അപ്പൊ തങ്ങളെ ആ ഒരു താല്പര്യം നമ്മൾ നിർവഹിക്കുക എന്നതും കൂടി 9ന്റെ നോമ്പ് നോൽക്കുന്നതിലുണ്ട്. അതുകൊണ്ട് ഒറ്റീസം മതിയെന്ന് തീരുമാനിക്കാതെ തങ്ങൾ 9ന് 10നല്ലേ നോറ്റിട്ടുള്ളൂ, ഞാനതേ നോൽക്കുന്നുള്ളൂ എന്ന് പറയാതെ ഞാൻ അടുത്ത കൊല്ലം ബാക്കിയുണ്ടെങ്കിൽ ലാസൂമൻ നത്താസിയ ഞാൻ 9ഉം കൂടി നോൽക്കുന്ന തങ്ങൾ ആഗ്രഹം പറഞ്ഞാണല്ലോ. നമ്മൾ നോൽക്കുന്നതിലൂടെ വലിയൊരു അമല് ചെയ്യുന്നത് തങ്ങളെ ആഗ്രഹത്തെ നമ്മൾ പിന്താങ്ങി നടപ്പിലാക്കും കൂടി ചെയ്യുകയാണ്. 9ഉം 10ഉം 2 ദിവസത്തെ നോമ്പും നോൽക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ശ്രേഷ്ഠമായ ദിനരാത്രങ്ങളാണ്. എപ്പോഴും പറയുന്നത് പോലെ തന്നെ മുഹറം 10ന്റെ നോമ്പിനോ അല്ലെങ്കിൽ അതിന്റെ 9ന്റെ നോമ്പിനൊക്കെ കുടുംബങ്ങൾക്ക് ഭക്ഷണ വിശാലത ചെയ്യുക, അത് പ്രത്യേകം പുണ്യമായ വിഷയമാണ്. ഈ വർഷത്തിൽ മൊത്തം അല്ലാഹു തആല നമുക്ക് റിസ്ക് വിശാലമാക്കാൻ അതൊരു കാരണമാണ്. അതിൽ മടിയൊന്നും ഉണ്ടാകണ്ട. മക്കൾക്കും ഭാര്യമാർക്കും കുടുംബത്തിനൊക്കെ എല്ലാവരും ഇപ്പൊ സ്കൂളൊന്നും ഇല്ലാത്തതല്ലേ, എല്ലാവരും വീട്ടിൽ വിളിച്ചു, ഓന്റെ ഉസ്താദ് എല്ലാവരും കൂടി വന്നാൽ ഒരുപാട് ചെലവ്, ഒരു ദിവസമല്ലേ ഒരു ചെലവ്, എല്ലാവർക്കും കൂടി ഒരു ദിവസം ചെലവ് കൊടുത്താൽ ബാക്കിയുള്ള ദിവസമൊക്കെ അല്ലാഹു തആല നമ്മളെ റിസ്ക് മുട്ടിക്കാതെ തരികയാണെങ്കിൽ അതല്ലേ നല്ലത്. അപ്പൊ അതിനും കൂടിയുള്ള ഒരു സന്ദർഭമാണ് ഈ വരുന്ന മുഹറം 9ഉം 10ഉം. ദുഃഖസൂചകമായിട്ട് ഇസ്ലാമിൽ ഒന്നും കൽപ്പിക്കപ്പെട്ടിട്ടില്ല. 10ന്റെ അന്ന് നാട് നീളെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ എത്തിയല്ലോ, ഷിയാക്കൾ കാണാൻ കൊട്ടിഘോഷിച്ച് കുത്തും കൊരവി ഉണ്ടാക്കി പരിക്കേൽപ്പിച്ച് എന്തൊക്കെയോ ഹാലളകുന്ന സ്വഭാവം അത് ഇസ്ലാമിലല്ല, ഇസ്ലാമിന് അന്യമാണ്, ഇസ്ലാമിൽപ്പെട്ട കാര്യമല്ല. ഹുസൈൻ റളിയല്ലാഹു അൻഹു അന്നങ്ങനെ ഷഹീദായെങ്കിൽ വർഷാവർഷം അങ്ങനെ എല്ലാവരും ഷഹീദാകണം, കുത്തിപ്പരിപ്പിക്കണം കൽപ്പന ഉണ്ടോ? അങ്ങനല്ലല്ലോ. ദുഃഖസൂചകമായിട്ട് അങ്ങനെ നടപടി ഇസ്ലാമിലില്ല. അത് സുന്നത്തുണ്ട്. മുഹറം 30ന് നോമ്പൊരിക്കൽ സുന്നത്തുണ്ട്. റമളാൻ കഴിഞ്ഞാൽ മുഹറം എന്ന മാസം നോമ്പിന് പവിത്രമായ മാസം. റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് മുഹറം നോമ്പല്ല, അറഫാ നോമ്പാണ്. അതെ, അറഫാ നോമ്പാണ് സുന്നത്ത് നോമ്പ്. നോമ്പിനൊരു പ്രത്യേകമായ മാസം എന്ന അർത്ഥത്തിൽ കണക്കൂട്ടുമ്പോൾ മുഹറം മാസമാണ് പരിഗണിക്കപ്പെടുന്നത്. അള്ളാഹു നമ്മുടെ